നാറ്റോ സഖ്യം നാറ്റോ സഖ്യം ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോദി ഓടാ പുല്ലേ എന്ന് പറഞ്ഞ് ആ മുന്നറിയിപ്പിനെ അവഗണിച്ചു. എന്താണ് വാർത്ത? അതായത് ഉക്രൈൻ റഷ്യ സംഘർഷം ഒരു 2014 ഫെബ്രുവരിയിൽ തുടങ്ങിയതാണ്. ഇത് ഏതാണ്ട് 10 വർഷത്തിന് മേലെയായി. ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. നിരന്തരമായ പ്രത്യാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാറ്റോ അതിലൊരു സുപ്രധാന പങ്കാളിയാണ്. കാര്യം നാറ്റോയുടെ പിന്തുണയോടുകൂടിയാണ് ഉക്രൈൻ റഷ്യക്കെതിരെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ റഷ്യ ഉക്രൈനെതിരെ തിരിച്ചടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് നാറ്റോയുടെയും അമേരിക്കയുടെയും ഒരു അഭിമാന പ്രശ്നമാണ്. അപ്പോൾ നിരന്തരമായി പുടിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കക്ഷികളും, അമേരിക്കയും നാറ്റോയും, ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരണം എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 50 ദിവസത്തെ സമയം കൊടുത്തിരിക്കുകയാണ് പുടിന്, ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തണം എന്നുള്ളൊരു അന്ത്യശാസനം പോലെ. പക്ഷേ പുടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പുള്ളി അതിനൊക്കെ വഴങ്ങും എന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പുള്ളി റഷ്യ എന്ന് പറയുന്നത് അമേരിക്കയ്ക്കോടൊപ്പം തന്നെ സൈനികമായും സാമ്പത്തികമായും ശേഷിയുള്ള ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ട്രംപ് ഇങ്ങനെ പറയുന്നതല്ലാണ്ട് പുടിൻ അത് വകവെച്ച് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ മേൽ, അതായത് ഇന്ത്യ അടക്കമുള്ള ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽപ്പെട്ട രാജ്യങ്ങളെ പോലും, പ്രധാനമായിട്ടും പറഞ്ഞാൽ ബ്രസീൽ, ഇന്ത്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി റഷ്യയുമായിട്ടുള്ള വ്യാപാര കരാറുകൾ റദ്ദ് ചെയ്യണം എന്നുള്ളൊരു നിലപാടിലേക്കാണ് നാറ്റോ വന്നേക്കുന്നത്. ഇപ്പോൾ റഷ്യ ഒരു പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യമാണ്. ഇപ്പോൾ ഇന്ത്യ അവിടെ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഉക്രൈൻ റഷ്യ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ മറ്റ് രാജ്യങ്ങളൊക്കെ നിർത്തിവെച്ചേക്കാണ്. പക്ഷേ ഇന്ത്യ, ചൈന, ബ്രസീൽ രാജ്യങ്ങളൊക്കെ നിർബാധം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ റഷ്യയ്ക്ക് അതൊരു വരുമാന സ്രോതസ്സാണ്. അപ്പോൾ ഇന്ത്യ വാങ്ങൽ നിർത്തിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ പേരിൽ വാങ്ങൽ നിർത്തിക്കഴിഞ്ഞാൽ റഷ്യ സമ്മർദ്ദത്തിലാവുകയും ഉക്രൈനുമായിട്ടുള്ളൊരു സമാധാന പാത തിരഞ്ഞെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് നാറ്റോയുടെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാറ്റോയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പേര് മാർക്ക് റൂട്ടെ എന്നാണ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം US സെനറ്റർമാരുമായിട്ട് സംസാരിക്കവേ ഒരു കാര്യം പറഞ്ഞു. അതായത് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള വ്യാപാര കരാർ റദ്ദാക്കണം. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കണം. ഇന്ത്യക്ക് മാത്രമല്ല മുന്നറിയിപ്പ്, ബ്രസീലിനും ചൈനയ്ക്കുമുണ്ട്. റഷ്യയിൽ നിന്നുള്ള ഇടപാടുകൾ നിർത്തിവെക്കണം. അല്ലെങ്കിൽ പുടിനെ വിളിച്ചിട്ട് പറയണം ഉക്രൈനുമായിട്ടുള്ള യുദ്ധം ഇനി നീണ്ടുപോകരുത്, അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. അതായത് പുടിന് മേൽ സമ്മർദ്ദം ചെലുത്തണം. ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വേറൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. റഷ്യയുമായിട്ട് ഇടപാട് നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ 500% വരെ നികുതി ചുമത്തും എന്നുള്ളത്. പിന്നീട് അത് 100% ആക്കി. അതായത് അതെ, അതൊരു ഭീഷണി പോലെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള രാഷ്ട്രങ്ങൾക്ക് 10% വേറെ നികുതിയും ട്രംപ് ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു തന്ത്രമാണിപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യ ഇതിന് വഴിപ്പെടുമെന്നുള്ള ചിന്ത വേണ്ട. ഇനി നാറ്റോ എന്താണെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. അതായത് ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതായത് പല രാഷ്ട്രങ്ങൾ സാമ്പത്തികമായി സൈനികമായി തകർന്നു പോയിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായിരുന്നു അന്നത്തെ പ്രബല ശക്തികൾ. അപ്പോൾ ഈ യൂറോപ്പിലുള്ള മറ്റ് രാഷ്ട്രങ്ങൾക്ക് സൈനികമായോ സാമ്പത്തികമായോ ശേഷിയില്ലാതെ തകർന്നടിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രങ്ങളെല്ലാം ഈ സൈനികമായി ഒന്നിക്കണം, അതായത് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ഒന്നിച്ച് നിന്ന് പോരാടണം എന്നുള്ള ആശയത്തിൻ്റെ പേരിൽ 1949 ഈ നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യം രൂപീകരിക്കുന്നത്. പിന്നീട് അത് വളർന്ന് ഇപ്പോൾ അതിൽ 30ഓളം അംഗരാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ ഏതാണ്ട് 1999 നാമാവശേഷമാവുകയും പിന്നീട് അത് റഷ്യ വലിയൊരു സാമ്പത്തിക സൈനിക ശക്തിയായി മാറുകയും ചെയ്തു. നാറ്റോയും അതിനനുസരിച്ച് വളർന്നു. നാറ്റോ ഏതാണ്ട് 2004 ഈ ബൾഗേറിയ, എസ്റ്റോണിയ, ലിത്വാനിയ, റൊമാനിയ, സ്ലോവാക്യ, സ്ലൊവേനിയ ഇത്തരം രാഷ്ട്രങ്ങൾ 2004 2009 അൽബേനിയയും ക്രൊയേഷ്യയും 2017 മോണ്ടിനോഗ്രോയും 2020 മാസിഡോണിയയും ഇതിൻ്റെ ഭാഗമായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വലിയൊരു സഖ്യരാഷ്ട്രമായിരുന്നു, അത് പിന്നീട് തകർന്നുപോയി. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഹംഗറി, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാഷ്ട്രങ്ങൾ ഇപ്പോൾ നാറ്റോയുടെ കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ
റഷ്യ എന്ന് പറയുന്നത് നാറ്റോ സഖ്യരാഷ്ട്രങ്ങളാൽ വലയപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അവർക്കൊരു ആശ്വാസമായിട്ടുള്ളത് തൊട്ടടുത്ത 2 അയൽ രാജ്യങ്ങളുണ്ട്. ഒന്ന് ഈ പറയുന്ന ഉക്രൈനും ബെലാറസുമാണ്. അപ്പോൾ ഈ 2 രാഷ്ട്രങ്ങൾ നാറ്റോയുടെ ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് റഷ്യയെ സംബന്ധിച്ച് ഈ 2 രാഷ്ട്രങ്ങൾ നാറ്റോയുടെ ഭാഗമല്ലാതായി തുടരേണ്ടത് റഷ്യയുടെ സുരക്ഷാ പ്രശ്നമാണ്. കാര്യം ഈ നാറ്റോയും ഈ റഷ്യയും തമ്മിൽ നിരന്തരം ഒരു സംഘർഷ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങൾ ഒരു എന്താ പറയുക, ഒരു നിഷ്പക്ഷ രീതിയിൽ നിൽക്കേണ്ടത് തന്ത്രപരമായി റഷ്യയുടെ ആവശ്യമാണ്. അതുമാത്രമല്ല, ഈ ബ്ലാക്ക് സീ, കരിങ്കടൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ കരിങ്കടലാണ് റഷ്യ പ്രധാനമായും കയറ്റുമതി ഇറക്കുമതിക്കായിട്ട് ആശ്രയിക്കുന്ന ഒരു കടൽ. ഒരു പ്രധാന തുറമുഖങ്ങളൊക്കെ അവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന ഉക്രൈൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ്. അപ്പോൾ ഉക്രൈൻ നാറ്റോയുടെ കീഴിൽ വരികയാണെങ്കിൽ റഷ്യയ്ക്ക് യഥാവിധി അല്ലെങ്കിൽ സ്വതന്ത്രമായി ഈ കരിങ്കടലിലൂടെ അവരുടെ പരിപാടികൾ നടക്കില്ല. അപ്പോൾ ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കരിങ്കടലിൻ്റെ ഏറ്റവും അടുത്തുള്ള പ്രദേശമായ ക്രിമിയ എന്ന് പറയുന്ന സ്ഥലം, അത് ഉക്രൈൻ്റെ കീഴിലുള്ളതായിരുന്നു. ആ ക്രിമിയ എന്ന് പറയുന്ന സ്ഥലം 2014 റഷ്യ അങ്ങ് കീഴടക്കി വെച്ചു. അപ്പോൾ അവിടെ റഷ്യയുടെ സൈനിക ശക്തി ഇപ്പോൾ ക്രിമിയയിലുണ്ട്. അതുമാത്രമല്ല, ഉക്രൈൻ പൂർണ്ണമായി പിടിച്ചടക്കണം എന്നുള്ള വാശിയിലാണ് നമ്മുടെ റഷ്യ അവിടെ സൈനികമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരമായി നാറ്റോ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഉക്രൈൻ ഇങ്ങനെ സൈനിക ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നു, ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞിടയിലും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈന് പുതിയ ആയുധങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ധാരണയായിട്ടുണ്ട്. പുതിയ വിമാനങ്ങൾ കൊടുക്കുന്നു, പുതിയ റോക്കറ്റുകൾ കൊടുക്കുന്നു. അങ്ങനെ നിരന്തരം ഉക്രൈനെ സൈനികമായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നാറ്റോയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ. ഇനി റഷ്യൻ തലസ്ഥാനത്ത് ബോംബിടാൻ സാധിക്കുമോ എന്നൊക്കെയാണ് ട്രംപ് ഉക്രൈൻ പ്രസിഡന്റിന് സെലൻസ്കിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നാറ്റോ സഖ്യരാഷ്ട്രങ്ങളുടെയും അമേരിക്കയുടെയും ഒരു അഭിമാന പ്രശ്നമാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണമെങ്കിൽ പുടിൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതി സ്വഭാവമുള്ളൊരു ഭരണകർത്താവാണ്. പുടിൻ വിചാരിച്ചാലേ ഈ കാര്യത്തിലൊരു തീരുമാനമാണ്. അല്ല, പുടിനെ ഏതെങ്കിലും തരത്തിൽ സൈനികമായി നിയന്ത്രിച്ച് നിർത്തുക അസാധ്യമായ കാര്യമാണ്. കാര്യം ആയുധശേഷിയിൽ അമേരിക്കയോട് തന്നെ കിടപിടിക്കാവുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യ. സൈനികരുടെ എണ്ണത്തിൽ അവർക്ക് കുറവുണ്ട്. അത് പരിഹരിക്കാൻ അവർ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ കൂലിപ്പട്ടാളം എന്നൊക്കെ പറയും. ഇപ്പോൾ ചില മലയാളികൾ പോലും റഷ്യയ്ക്ക് വേണ്ടിയിട്ട് അവിടെ യുദ്ധം ചെയ്യാനായിട്ട് പോയി പെട്ട് നിൽപ്പുണ്ട്, അവർ ഒരു തൊഴിലന്വേഷിച്ച് പോയവർ. അപ്പോൾ അത്തരത്തിൽ സൈനിക ശേഷിയിലും റഷ്യയെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യ ഈ സൈനികമായിട്ട് അവരെ കീഴ്പ്പെടുത്തുക ഏറെക്കുറെ അസാധ്യമാണ്. പക്ഷേ സാമ്പത്തികമായി റഷ്യയെ തളർത്തുക, നിലവിൽ ആ റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം അനുഭവപ്പെടുന്നുണ്ട്. വലിയ രീതിയിൽ അവരുടെ ആസൂത്രണ ഫണ്ടുകളൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. പ്രധാനമായും യുദ്ധമാണ്. ഏതാണ്ട് 10 വർഷത്തിൽ അധികമായി നീളുന്ന യുദ്ധം കാരണം അവരുടെ സാമ്പത്തിക ശേഷി വല്ലാണ്ട് ദുർബലമായിട്ടുണ്ട്. പിന്നെ അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും റഷ്യ നേരിടുന്നുണ്ട്. അപ്പോൾ കുറേ കൂടി അവരെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കാനായിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ, ചൈന, ബ്രസീൽ അടക്കമുള്ള രാഷ്ട്രങ്ങളോട് റഷ്യയുമായിട്ട് ഇടപാടുകൾ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് നാറ്റോ നിർബന്ധ ബുദ്ധി കാണിക്കുന്നത്. പക്ഷേ ഇന്ത്യ ആ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി. ആ കാര്യത്തിൽ നാറ്റോ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇത് ഇന്ത്യയുടെ ഒരു പരമാധികാരത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇന്ത്യ ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യവും വിപണിയിലെ നിലവിലെ സാധ്യതയും പരിഗണിച്ചിട്ടാണ് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത്. നമുക്ക് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉപഭോക്തൃ രാജ്യമാണ്. നമുക്ക് സ്വന്തമായി എണ്ണ ഉൽപ്പാദനം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വിപണിയിൽ കുറവ് വിലയുള്ള എണ്ണ എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങുക സ്വാഭാവികം. അതൊരു ലോകക്രമത്തിൻ്റെ ഭാഗമാണ്. അതിന് രാഷ്ട്രീയപരമായ തീരുമാനമില്ല. അത് അമേരിക്കയോടോ നാറ്റോ സഖ്യരാജ്യങ്ങളോടുള്ള വിരോധത്തിൻ്റെ പ്രശ്നത്തിലല്ല. ഈ ഒരു വിരോധം അല്ലെങ്കിൽ ഇവർക്കുള്ള ഒരു മറുപടി എന്ന നിലയിലല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. അതുകൊണ്ടാണ് വാങ്ങുന്നത്. അതേസമയം തന്നെ ലഭ്യത, ആരാണോ നമുക്ക് കൂടുതൽ എണ്ണ തരുന്നത്, ലഭ്യതയും വിപണിയിലെ നിലവിലെ സാഹചര്യവും പരിഗണിച്ചാണ് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത്. അതിൽ മറ്റ് കക്ഷികൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലെന്ന വ്യക്തമായ സന്ദേശം ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ പറഞ്ഞ നാറ്റോയുടെ ഒരു മുന്നറിയിപ്പ് അതൊരു കർശന സ്വഭാവത്തിലുള്ളതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിരുന്നാലും ഒരു വാക്കാൽ പോലും ഒരു പരാമർശം നടത്തിയതിനെ കൃത്യമായൊരു മറുപടിയിലൂടെ ഇന്ത്യ നേരിട്ടിട്ടുണ്ട്.